ഒരിക്കൽ അനിയൻ തന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടത്തിയമ്മേ അയാൾ ഞാനോ ഡിസ്കഷൻ നടത്തുന്നൊന്നുമില്ല, അയാൾ ഫുൾ ടൈം അവിടെ ഫോണിലാണെന്ന്. അവനെനിക്ക് സൂചന തന്നതാവാം, ഞാൻ മണ്ടി അന്നും മനസ്സിലാക്കിയില്ല. എന്നിട്ട് ഇയാളുടെ ദൈവം ഉണ്ടെന്ന് പറയുന്നത് അതാ. ഫോൺ എൻ്റെ ഇയാൾ കൊണ്ടുവന്നു. ഇയാൾ ഒളിവിലിരുന്നപ്പോൾ ഒരു നമ്പറിൽ എന്നെ ഒറ്റ സെക്കൻഡേ വിളിക്കുന്നു 40 ദിവസം. ആ കുഞ്ഞിനെ സ്കൂളിൽ പോലും നാണക്കേട് കാരണം എനിക്ക് വിടാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ അവിടെ താമസിച്ചത്. 40 ഇയാൾ ഫോൺ കുഞ്ഞിന് കളിക്കാം. ആ ഫോണിൽ ഇവരുടെ കോൾ സംഭാഷണം ഞാൻ കേട്ടു. 3 മണിക്കൂറുള്ള ഒരു കോൾ റെക്കോർഡ് എൻ്റെ കയ്യിൽ കിട്ടി. അത് ഞാൻ കേട്ടെന്ന് അറിഞ്ഞെന്ന് എനിക്ക് ആ ഫോൺ തപ്പിപ്പിടിച്ചത് ഡിലീറ്റ് ചെയ്തു. കേട്ടതെല്ലാം എന്നെ കുറിച്ചുള്ള കുറ്റങ്ങളും കാര്യങ്ങളും അത് ഞാൻ പുറത്ത് പറയുന്നില്ല. അത് പകുതി കേട്ടപ്പോൾ തന്നെ ഞാൻ ട്രോമയിലായി. വേറെ സ്വാഭാവികമായിട്ടും വിശേഷങ്ങളാണല്ലോ, എല്ലാ വിശേഷങ്ങളും ചിരിയും കളിയും തമാശകളും ഒക്കെ. അതിനുശേഷം ഞാൻ കൂടുതലൊന്നും സംസാരിച്ചില്ല. ഇതാ കേട്ടെന്ന് പറഞ്ഞോണ്ട് ഇയാൾക്ക് വെപ്രാളമായി. അങ്ങനെ ഒരു മെയ്യിൽ എൻ്റെ കസിൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇനി ആ വീട്ടിലേക്ക് പോകരുത്. അവരൊക്കെ അന്ന് ഞാൻ പിരിയുന്നെന്ന് പറഞ്ഞപ്പോൾ എതിർത്ത ആൾക്കാരാ. എടി ഒരു ജീവിതമല്ലോ, നീ ഒരു പ്രാവശ്യം അവനോട് ക്ഷമിക്കാം. അന്ന് എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചപ്പോൾ 2 വർഷം നോക്കാതിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾക്കാർ പിന്നീട് പറഞ്ഞു, ഇനി നീ അങ്ങോട്ട് പോകരുത്,